ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 2018 നടന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാം പേപ്പർ സോൾവ് ചെയ്യാം. കാരണം ലാബ് അസിസ്റ്റൻ്റ് എക്സാം അടുത്ത് വരികയാണല്ലോ. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദാദാഭായ് നവറോജി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പിന്നെ ഗാന്ധിജിയുടെ ബുക്കുകൾ ഹിന്ദ് സ്വരാജ്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, എത്തിക്കൽ റിലീജിയൻ, സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക, ഡിസ്കോഴ്സസ് ഓൺ ദ ഗീത. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ഗ്രന്ഥങ്ങൾ. ദാദാഭായ് നവറോജിയുടെ ഗ്രന്ഥമാണ് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജവഹർലാൽ നെഹ്റു. ബി ആണ് ആൻസർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. VP മേനോൻ, അതായത് വബാല പങ്കുടി മേനോൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്ത ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ. ഭൗതികശാസ്ത്രത്തിന്. അദ്ദേഹം ഭൗതികശാസ്ത്രത്തിൽ ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിനെ കുറിച്ചുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയാണ്. പ്രഥമ ദൗത്യത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ചത്. ഫോർത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഫിഫ്ത്ത്, കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? കൺകറൻറ്റ് ലിസ്റ്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സംയുക്തമായിട്ടാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുമാണ് അധികാരമുള്ളത്. ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? സിക്സ്ത് എൻ്റെ ആൻസർ സി ആണ്. ചൈനയുമായിട്ടാണ് പഞ്ചശീല തത്വം ഒപ്പിട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? അതിൻ്റെ ആൻസർ ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം? അത് 1809 ജനുവരി 11. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ സി 1953 സി ആണ് ആൻസർ. 10, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദീനബന്ധു എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? അത് നമ്മുടെ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. 10A ആണ് ആൻസർ. മലയാള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ? 2025 ജൂണിൽ സുഷമയാണ് ആൻസർ. ആ സമയത്ത് 2018 ഉള്ള ആൻസർ ഡോക്ടർ അനിൽ വള്ളത്തോളാണ്. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? അതിൻ്റെ ഓപ്ഷൻ എ ആണ്, രാജസ്ഥാനാണ് ആൻസർ. ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ. അത് കറക്റ്റാണ്. 2014 ജനുവരി 16 ഇന്ത്യയിൽ ഈ നിയമം നടപ്പിൽ വന്നത്. അതും ശരിയാണ്. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ഇതും ശരിയാണ്. ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ്. അത് ആൻസർ തെറ്റാണ്. ഇതിൻ്റെ ചെയർപേഴ്സണായിട്ട് വരിക ഒന്നില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന ആളോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരുന്ന ആളാണ് ഇതിൻ്റെ ചെയർപേഴ്സണായിട്ട് വരിക. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് ലൈനാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി അറിയപ്പെടുന്നത്.
മക്മോഹൻ ലൈൻ വന്നിട്ട് ഇന്ത്യയും ചൈനയെയും വേർതിരിക്കുന്ന രേഖയാണ്. മക്മോഹൻ ലൈൻ എസ്പെഷ്യലി അരുണാചൽ പ്രദേശ്, ടിബറ്റ് എന്നീ രേഖകളിൽ ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ ലൈൻ. ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറയുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കാനുള്ള ഇതാണ്. പാക് ആൻഡ് അഫ്ഗാനിനെ വേർതിരിക്കുന്നതാണ് ഡ്യൂറൻറ്റ് ലൈന്. ലോകത്തെ എത്ര സമയമേഖലകളായി തരം തിരിച്ചിരിക്കുന്നു? അതിന് ഓപ്ഷൻ ആൻസർ എ ആണ്, 24. 16ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാദേശികവാദമല്ലാത്തത് ഓപ്ഷൻ ബി കരക്കാറ്റാണ്. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. ബാക്കിയുള്ള ലൂ, ചിനോക്ക്, ഫോൻ ഇവയെല്ലാം പ്രാദേശികവാദമാണ്. ഒരു ധരാതലീയ ഭൂപടത്തിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറമേത്? അത് ഓപ്ഷൻ സി മഞ്ഞയാണ്. മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകൽ. ഓപ്ഷൻ സി ആണ്. പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? അത് ബി കന്നഡയാണ്. ഇതിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് കണക്കാക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപമേത്? അത് കൂൺസ് ശിലയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ? അതെല്ലാവർക്കും അറിയാം, അറബിക്കടലാണ്. 22 സേവനങ്ങൾ അടിസ്ഥാനമായി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരമേത്? അത് ഓപ്ഷൻ എ അലിഗഡ് ആണ്. അലിഗഡ് സർവകലാശാല എന്ന് കേട്ടിട്ടില്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി? സൈമൺ ബൊളിവറാണ് ആൻസർ. ലാറ്റിൻ അമേരിക്ക പറഞ്ഞാൽ തെക്കേ അമേരിക്കയിലെ. ലെനിൻ റഷ്യൻ വിപ്ലവമായിട്ടും റൂസോ ഫ്രഞ്ച് വിപ്ലവമായിട്ടും, റൂസോ പറയുമ്പോൾ വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ ഈ 3 പേർ ഫ്രഞ്ച് വിപ്ലവമായിട്ടും ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ വിപ്ലവമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം? അത് ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ് ആൻസർ. ബാക്കിയുള്ള ജർമ്മനിയും ഇറ്റലിയും ഓസ്ട്രിയയും ഇവർ തമ്മിൽ സഖ്യമുണ്ടായിരുന്നു. നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര്? 2025 ജൂണിൽ അമിത്ഷായാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. 2018 രാജ്നാഥ് സിംഗ് ആയിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി. 2019 ലോകകപ്പ് ക്രിക്കറ്റിൽ വേദിയാകുന്ന രാജ്യം? അത് ഓപ്ഷൻ എ ഇംഗ്ലണ്ടാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? അത് APJ അബ്ദുൽ കലാമാണ്. 28 കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനി? അത് പാലിയത്തച്ഛനാണ്. 29 സി ആണ് ആൻസർ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മാനന്തവാടിയാണ്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് വർഷം? അതിൻ്റെ ഓപ്ഷൻ എ ആണ്. 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. 1859 ആലപ്പുഴയിൽ കാർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏതു രാജ്യക്കാരനായിരുന്നു? 32 ബി ആണ് ഓപ്ഷൻ, അയർലൻഡുകാരൻ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര്? യോഗക്ഷേമ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക ഇങ്ങനെ ഉത്ബോധിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരുവാണ് ആൻസർ. 34 സി ആണ് ആൻസർ. 35 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏതു ജില്ലയിലാണ്? അതിൻ്റെ ആൻസർ കോഴിക്കോടാണ്. 35 ഡി ആണ് ആൻസർ. ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? അത് ലൈഫ് മിഷനാണ്. 2017 വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആര്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പ്രഭാവർമ്മയാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്?
അത് ഓപ്ഷൻ സി 324. കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അതിൻ്റെ ആൻസർ പാലാട്ട് മോഹൻദാസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്പറേഷൻ സിനർജി ആണ് ആൻസർ. കേരളത്തിലെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. ഓപ്ഷൻ സി. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 12ാം തവണയും കിരീടം നേടിയ ജില്ല ഏത്? അത് ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. ജപ്പാൻ്റെ കറൻസി അറിയപ്പെടുന്നത് എന്നാണ്? ജപ്പാൻ്റെ കറൻസി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. യുവാൻ ചൈനയുടെയും, ഡോളർ അമേരിക്ക, പൗണ്ട് യുണൈറ്റഡ് കിങ്ഡം. താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത്? അതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഹമ്മദാബാദ്. ബാക്കിയുള്ള നാസിക്, ഹരിദ്വാർ, അലഹബാദ് ഇവിടെയെല്ലാം കുംഭമേള നടന്നിട്ടുള്ളതാണ്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം? അത് ഓപ്ഷൻ ബി ആണ്, തൂത്തുക്കുടി. അടുത്ത ലോക ജലദിനം മാർച്ച് 22-നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വാട്ടർ എന്ന് എഴുതുക WATER. ഡബ്ല്യൂയുടെ ഓപ്പോസിറ്റ് തലതിരിച്ചിട്ട എം. അപ്പോൾ മാർച്ചിലാണ്, മാർച്ച് 22. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആംപിയർ കറണ്ട് മെഷർ ചെയ്യുന്നതും വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റാണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലാക്റ്റിക് ആസിഡ് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി പക്ഷിയെക്കുറിച്ചാണ്. മത്സ്യത്തിനെക്കുറിച്ചുള്ള പഠനം ഇത്തിയോളജി എന്നറിയപ്പെടുന്നു. ഫോസിലിനെ കുറിച്ചുള്ള പഠനം പാലിയോന്റിയോളജി എന്നറിയപ്പെടുന്നു. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം? അത് തലച്ചോറാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പന്നിയൂർ 1 എന്നത് ഏതിനം സസ്യത്തിൻ്റെ സങ്കരയിനം ആണ്? ഓപ്ഷൻ ഡി കുരുമുളകാണ് ആൻസർ. 2017 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതാരാണ്? 2017 ഇന്ദ്രൻസ് ആണ്. ഓപ്ഷൻ സി ഇന്ദ്രൻസ് ആണ് ആൻസർ. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം? അത് ഭൂമിയാണ്, ബുധനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ എ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിറ്റാമിൻ ബി കാരണം B1 കാരണം ബെർബറി. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ വായ്പണൊക്കെ വരുന്നത്. വിറ്റാമിൻ ഡി കാരണം റിക്കസിയ. വിറ്റാമിൻ സി കാരണം സ്കർവി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിൻ്റെ 100ാം വാർഷികമാണ് 2017 ആഘോഷിച്ചത്? അത് ചമ്പാരനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. ഓപ്ഷൻ ബി ആണ് ആൻസർ. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ എന്ന് 2025 ജൂൺ മാസത്തിൽ MN ഷംസീറാണ്. 2018 P ശ്രീരാമകൃഷ്ണനാണ് ആൻസർ വരിക. 58 ബി ആണ് ആൻസർ വരിക. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത്? അത് ഓപ്ഷൻ ഡി സമത്വ സമാജമാണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? അത് 60C ആണ് ആൻസർ. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. ഇൻ ഇംഗ്ലീഷാണ്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ദാറ്റ് ഈസ് അണ്ടർലൈൻഡ്.
ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഇവിടെ എന്താണ് ഹാൻഡ് റൈറ്റിങ്ങിനെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് പ്രശംസിക്കുകയാണ്. അപ്പോൾ അതൊരു അജക്റ്റീവാണ്. നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അജക്റ്റീവ്. ഓക്കെ, അപ്പോൾ അവൾക്കൊരു സുന്ദരമായ എഴുത്തുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ അജക്റ്റീവാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. 61 ഓപ്ഷൻ എ ആണ് ആൻസർ. 62 റോയ് സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ദ ടെസ്റ്റ്. അതിൻ്റെ ഓപ്ഷൻ ഡിഡിൻറ്റ് ഹി ആണ്. റോയ് സ്റ്റുഡ്, സ്റ്റാൻഡ് സ്റ്റുഡ് അങ്ങനെ വരിക. അപ്പോൾ സ്റ്റുഡിന് ഡിഡിൻറ്റ് ഹി ആണ്. ഓപ്ഷൻ 63, ക്വസ്റ്റ്യൻ 63. ശ്രേയ ഇസ് ദ ക്ലവറസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. കാരണം ശ്രേയനെ ക്ലാസ്സിലുള്ള എല്ലാവരിനേക്കാളും ക്ലവറായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ക്ലവറസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയും. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. അനു സെഡ് ടു ഹിം വെൻ വിൽ യു മാരി മീ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് അങ്ങനെ വരിക. അനു ആസ്ക്ഡ് ഹിം വെൻ ഹി വുഡ് മാരി ഹെർ. 64 ബി ആണ് ആൻസർ. Question 65. If he hadn't fallen sick, he would have returned the exam. 65 option C ആണ് ആൻസർ. 66. She comes to school by bus ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതേസമയം ഇപ്പോൾ ഷീ ഗോസ് ടു സ്കൂൾ ഇൻ എ കാർ അങ്ങനെ പറയും. ആർട്ടിക്കിൾ വരുന്ന സമയത്ത് ഇന്ന് വരും. ഹൗ മച്ച് ഇസ് ബേക്കേഴ്സ് ഡസൻ. അത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 13. ചൂസ് ദ സിനോണിം ഓഫ് ludicrous. ludicrousൻ്റെ സിനോണിം അബ്സേർഡ് ആണ്. വാട്ട് ഈസ് ദ ഫീമെയിൽ ഷീപ്പ് കോൾഡ്. ഈവ് ആണ് ആൻസർ. 69 സി. ആൻറ്റോണിം ഓഫ് ബ്രേവറി. ധൈര്യത്തിൻ്റെ ഓപ്പോസിറ്റ് കവാർഡൈസ് ആണ്. 70 ബി ആണ് ആൻസർ. 71. Select the idiom which means unable to reach a decision. Sit on the fence. മുള്ളുചെടിയിൽ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. 71 സി ആണ് ആൻസർ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പുട്ടപ്പ് വിത്തിൻ്റെ ആൻസർ ടോളറേറ്റ്, സഹിക്കാൻ കഴിയുക എന്നാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പുട്ടപ്പ് വിത്ത് ഹിസ് റൂഡ് ബിഹേവിയർ. ഹി വിൽ ഡു ദ വർക്ക്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദ വർക്ക് വിൽ ബി ഡൺ ബൈ ഹിം. 73 D ആണ് ആൻസർ. The work will be done by him. Okay. Then choose correctly spelt word. അതിൻ്റെ ഓപ്ഷൻ എ ആണ് 12th. What do you call a group of owls? പാർലമെൻറ്റിൽ നിന്നാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓൾസിനെ വിളിക്കുക. 75 D ആണ് ആൻസർ. 76. Fools rush in where angels fear to tread. ഓപ്ഷൻ എ ആണ് ആൻസർ. പിക്ക് അപ്പ് ദ വൺ വേർഡ് ഫോർ തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. അതിൻ്റെ ആൻസർ ഡി ആണ് കോണ്ടംപ്ലേറ്റ്. ഹി ഫെൽ ഇൽ ആഫ്റ്റർ ഈറ്റിംഗ്. 78 ഓപ്ഷൻ ഡി ആണ് വരിക. 79. The meaning of the word debauchery. അതിൻ്റെ ഓപ്ഷൻ ഇമ്മോറൽ ആണ്. 79 സി ആണ് ആൻസർ. ജോൺ as well as his parents ഈസ് കമ്മിങ് ആണ്. കാരണം ഈ as well as വയ്ക്കുമ്പോൾ ആരിൻ്റെയാണ് ഫസ്റ്റ് വയ്ക്കുന്നത്, അവരുടെയാണ് അതിനനുസരിച്ചിരിക്കും വെർബ് ഡിസേർവ് ചെയ്യുക. ഇവിടെ ജോണാണ് ഡിസേർവ് ചെയ്യുക, അതുകൊണ്ടാണ് ജോൺ ഈസ്. അതേപോലെയാണ് അലോങ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ അലോങ് വിത്ത് ഹിസ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഈസ് വിസിറ്റിംഗ് സം പ്ലേസസ് അങ്ങനെ വയ്ക്കുക. ഓക്കെ. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഇങ്ങനെയൊരു സമചതുരം, അതിൻ്റെ വികരണത്തിൻ്റെ നീളം √2a. ആ √2a ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ എ എന്ന് പറയുന്നത് 4/√2, അതായത് 2 × 2/√2 2 × 2/√2 ഈ 2 കൂട്ടുകൾക്ക് റൂട്ട് വരും. അപ്പോൾ 2√2 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 82. -1/99 + -1/100 + -1/101. അതിൻ്റെ ആൻസർ -1 ആണ് വരിക. അത് ഈസിയാണ്. -1/1 -1/1 ഈ വെനവർ ഇവിടെ ഓടാവുന്ന സമയത്തെല്ലാം ഇതിന് -1 ആയിരിക്കും ആൻസർ വരിക. അതുപോലെ ഇവിടെ ഈവൻ ആണ് വെച്ചാൽ ഇതിൻ്റെ ആൻസർ 2 ആണ് വരിക. ഈവൻ നമ്പർ 1 ആണ് വരിക. അപ്പോൾ -1/99, അപ്പോൾ -1 പ്ലസ് -1/100 അത് +1 വരും, പ്ലസ് -101 അപ്പോൾ അത് -1 വരും. ഈ 1ഉം 1ഉം ക്യാൻസലായി, പിന്നെ -1 ആണുള്ളത്. അതാണ് ഓപ്ഷൻ ബി വന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2/3-നും 3/4-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാണ്? അതായത് 2/3 പറഞ്ഞാൽ 0.66 വരും, 3/4 പറഞ്ഞാൽ 0.75 വരും. ഇനി നമുക്കിത് ഓപ്ഷൻ നോക്കാം. 1/2 0.5 ഇതല്ല വരിക. 3/2 1.5 ഇതും വരില്ല വരിക. ഇനി ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. 2/5 നമുക്ക് തൽക്കാലം 2ന് 20/5 എടുക്കാം. 20/5 ചെയ്യുമ്പോൾ എത്ര വരും? 4 വരിക. ഇപ്പോൾ 0 കട്ട് ചെയ്ത് 0.4 വരും. അപ്പോൾ 2/5 അതും വരില്ല. അപ്പോൾ ഇതിന് ഇടയിലുള്ള ഭിന്നസംഖ്യ 5/7 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 84. 25 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ഒരു കാർ 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ 30 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ആ കാർ എത്ര സഞ്ചരിക്കും? അപ്പോൾ നമുക്ക് ചെയ്യാം. 150/5 ചെയ്താൽ 5 ലിറ്റർ പെട്രോളിൻ്റെ ഇത് കിട്ടും. അപ്പോൾ 5 ലിറ്റർ 150/5. ഇനി അതിന് 30 ആക്കാൻ എത്ര ചെയ്യണം? നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇത് 5 ലിറ്ററിൻ്റെ തുകയും അതിന് 6 കൊണ്ട് ഗുണിച്ചാൽ 30 ലിറ്റർ കൊണ്ട് ആ പെട്രോൾ സഞ്ചരിച്ച ദൂരം കിട്ടും. അപ്പോൾ 5/5 3 30 30 × 6 150. ഓപ്ഷൻ സി ആണ് ആൻസർ. 85. ഒരു പാത്രത്തിൻ്റെ വാങ്ങിയ വില 120 രൂപയാണ്. അത് 10% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര? 120ൻ്റെ 10%, അപ്പോൾ 12 രൂപയാണ്. അപ്പോൾ 120 12 കമ്മിയാക്കിയാൽ 108 വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. x + y = 6, x - y = 4 ആയാൽ xy എത്ര? അത് ഈസിയായി കണ്ടുപിടിക്കാം. അതിന് 5-6 വഴിയുണ്ട്. നമുക്ക് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ 2x = 10 കിട്ടും. 2x = 10, x = 5. ഇനി രണ്ട് തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 2y = 2 വരും, y = 1 വരും, xy പറയുന്നത് 5 വരും. 86 ആൻസർ സി. 87. ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങിന് തുല്യമായ സംഖ്യ ഏത്? ആദ്യം നമുക്ക് എണ്ണൽ സംഖ്യ x എടുക്കാം. അപ്പോൾ x എടുക്കുന്ന സമയത്ത് എക്സിൻ്റെ 5 മടങ്ങ് = ആ സംഖ്യയേക്കാൾ 3 കൂടുതൽ, അപ്പോൾ x + 3 കൂടുതൽ മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങിന് തുല്യമാണ് × 2. x + 3 × 2 = 5x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 5x = 2x + 6 എന്ന് വരും. ഈ x ഇങ്ങോട്ട് പോകുന്ന സമയത്ത് 5x - 2x 3x = 6 എന്ന് വരും. അപ്പോൾ x = 2 എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. 87 എ ആണ് ആൻസർ. 88. ബാഹ്യകോൺ 45 ഡിഗ്രിയായ ഒരു സമബഹുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 88 ഡി ആണ് ആൻസർ. 89.
100-നും 700-നും ഇടയിൽ 3-ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്? ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് പല വിധത്തിൽ ചെയ്യാം. ഇപ്പോൾ 100 99 3 കൊണ്ട് ഹരിക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് 102 102-നെ ഹരിക്കാൻ പറ്റും. ലാസ്റ്റ് 100-ൽ 700 ആകുന്ന സമയത്ത് 699-നെ ഇതാക്കാൻ പറ്റും. ഇത് നമ്മൾ കമ്മിയാക്കിയാൽ 9 2 പോയാൽ 7 9 5 597/3 ചെയ്താൽ 199 വരും. അപ്പോൾ നമ്മൾ ഈ 102-നും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഒന്നും കൂടി കൂട്ടിയാൽ 200 വരും. 53 27 53 27 2 29 1 3 2 5 പ്ലസ് 1 അങ്ങനെയാണ് 200 വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 90 74,088-ൻ്റെ ഘനമൂല്യം എത്ര? ഘനമൂല്യം പറഞ്ഞാൽ ക്യൂബ് റൂട്ട് എത്ര? 90. ഓപ്ഷൻ സി ആണ് ആൻസർ. 42. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 20 എടുക്കുക. 20 എടുത്താൽ നമുക്ക് എത്ര വരും? 20-ൻ്റെ ക്യൂബ് റൂട്ട് വരിക, ക്യൂബ് വരിക 20 × 20 × 20 830 വരും. ഓക്കെ, അപ്പോൾ അത്രേ വരുന്നുള്ളൂ. ഇനി 30-ൻ്റെ എടുത്താൽ 3 3 3 9 3 9 53 27 27 3 0 27,000. ഇനി 4-ൻ്റെ എടുത്താൽ 4 16 64 64,000-നേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ 74,000 ചെസ്. അതറിയില്ല, 64,000-ൻ്റെ മേലെയാണെന്ന് മാത്രം അറിയാം. ഇനി നമുക്ക് ഓപ്ഷൻ ഡി എടുക്കാം. 52 5 × 5 × 5 125 3 0 വരും. അപ്പോൾ അതിനേക്കാൾ കമ്മിയായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ വരാവുന്നത് സി മാത്രമാണ്. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്ററാണ്. ആ ക്ലാസ്സിൽ പുതുതായി ഒരു കുട്ടി കൂടി ചേർന്നപ്പോൾ ശരാശരി ഉയരം 161 എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഉയരം 9 കുട്ടികളുടെ ഉയരം 160 അപ്പോൾ പുതുതായി വന്ന കുട്ടി ഈ 9 കുട്ടികൾക്കും ഓരോന്ന് വെച്ച് കൊടുക്കണം. ആ 9ഉം ഈ കുട്ടിക്ക് 161 വേണം. എന്നാൽ മാത്രമേ ക്ലാസ്സിൽ ആവറേജ് 161 ആവുള്ളൂ. അപ്പോൾ 161 + 9 ഓപ്ഷൻ ഡി ആണ് ആൻസർ. mod x - 1 = mod x - 5 ആയാൽ എക്സിൻ്റെ വില എത്ര? അതിൻ്റെ ആൻസർ എ ആണ്. നമുക്ക് ചെയ്താൽ മതി. 3 - 1 ഓപ്ഷൻ ഇട്ട് ചെയ്താൽ മതി. 3 - 1 വെച്ചാൽ 2 വരും. ഇവിടെ 3 - 5 -2 മോഡ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രമായിരിക്കും എടുക്കുക. 15,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3150. അത് എളുപ്പം കണ്ടുപിടിക്കാം. 10% പലിശയിൽ ഫസ്റ്റത്തെ ഇയർ 1500 വരും. അത് 15,000 കൂടി കൂട്ടിയാൽ 16,500 വരും. ഈ 16,500-ൻ്റെ 1,650 വരും. അപ്പോൾ ഈ രണ്ടും കൂടി കൂട്ടിയാൽ 0 5 6 5 11 11 21 3150 വരും. അത്രയേ ഉള്ളൂ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 94. 5 + 10 + 15 + etc. up to 100 എത്ര? ഇത് AP-യുടെ ഒരു ക്വസ്റ്റ്യനാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാം. 5 + 10 + 15 up to 100 20 നമ്പേഴ്സാണുള്ളത്. 20/2 ഫസ്റ്റത്തെ 5 + 100. ഇത് ആൻസർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ബി 1050 ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 95. 12⁴ × 9³ × 4 × 6³ × a² × 27. അതെങ്ങനെ ചെയ്യേണ്ടത്? 12⁴/6³ 12 3 12 വെട്ടിപ്പോവും. അപ്പോൾ 2³ വരും മേലെ, ഇൻറ്റു 12 വരും, ഇൻറ്റു 9³ 9 × 3 ആണ്. അപ്പോൾ ഒരു 9 പോവും. 9² 3 വരും. അതിലൊരു 9 പോയാൽ 3 × 9 വരും. ഇനി 4/8 4 വെട്ടിപ്പോവും.
അപ്പോൾ 8 ഇൻറ്റു 2 വരും. ഈ 8 ഇവിടെ പോയി 2 ഇവിടെ പോയി 6 വരും. അപ്പോൾ 9 27 ഇൻറ്റു 6 ആണ് ചെയ്യേണ്ടത്. 27 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 6 7 42 സിസ്റ്റം 4 6 2 12 4 16. ഓപ്ഷൻ എ ആണ് വരിക. 95 എ ആണ് ആൻസർ. 96 വികരണം. ക്വസ്റ്റ്യൻ 96 വികരണം 10 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ്. അതിൻ്റെ ആൻസർ സി ആണ് വരിക. വികരണം 10 സെൻറ്റിമീറ്റർ 10/√2 ഇൻറ്റു 10/√2 അപ്പോൾ 100/2 50 സെൻറ്റിമീറ്ററാണ് ആൻസർ വരിക. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ 5 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്ററാണ്. ഈ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശമാകുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏത്? 97ൻ്റെ ആൻസർ. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ മൂന്നാമത്തെ സംഖ്യയേക്കാൾ വലുതായിരിക്കണം. മൂന്നാമത്തെ സംഖ്യയേക്കാൾ വലുതായിരിക്കണം 5ഉം 7ഉം കൂട്ടിയാലും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. 5 7 12. 12നേക്കാൾ താഴെയുള്ള സംഖ്യ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അതൊരു ത്രികോണത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 98 എയുടെ കൈവശമുള്ള തുകയുടെ 2/5 ഭാഗമാണ് ബിയുടെ കൈവശമുള്ളത്. ബിയുടെ കൈവശമുള്ള തുകയുടെ 7/9 ഭാഗമാണ് സിയുടെ കൈവശമുള്ളത്. 3 പേരുടെയും കൈവശമുള്ള ആകെ തുക 770 ആയാൽ എയുടെ കൈവശമുള്ള തുക എത്ര? അപ്പോൾ എയുടെ കൈവശം എ ഉണ്ടെന്ന് വിചാരിക്കുക. ബിയുടെ കൈവശം 2/5 ഇത് രണ്ട് കൂട്ടിയാൽ 5 2 7 7/5 ഓക്കെ. 7/5 പ്ലസ് ബിയുടെ കൈവശമുള്ള 7/9 ഇൻറ്റു 2/5 ആണ് ഉള്ളത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 770. നമുക്ക് ഈസിയായി ചെയ്യാൻ വേണ്ടി 7 കൊണ്ട് എല്ലാത്തിനെയും ഹരിക്കാം. അപ്പോൾ 1/5 2/45. ഈ 9 ഇൻറ്റു 5 നമുക്ക് ഇവിടെ കൂട്ടുന്ന സമയത്ത് ഇവിടെ ഒരു 9 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 9 പ്ലസ് 2 11/45 എ ഇസ് ഈക്വൽ ടു 110. അപ്പോൾ ഇവിടെ 10 വരും. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 450. സി ആണ് ആൻസർ വരിക. 98 സി ആണ് ആൻസർ. 99 രണ്ട് ഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആയാൽ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത്? 99 ഡി ആണ് ആൻസർ. ആരങ്ങൾ R1 R2 2ഉം 3 ആണ്. വ്യാപ്തങ്ങൾ തമ്മിലുള്ള ഇത് R³ വരിക. അതുകൊണ്ടാണ് 8:7 27. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു എണ്ണൽ സംഖ്യയുടെ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 4 മടക്കാണ്. എന്നാൽ ആ സംഖ്യ എത്ര? ഓപ്ഷൻ എ ആണ്. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 4 മടങ്ങാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും വ്യുൽക്രമം പറയുന്ന 2ൻ്റെ വ്യുൽക്രമം 1/2. അതിൻ്റെ 4 മടങ്ങാണ് ആ സംഖ്യ പറഞ്ഞാൽ 4/2 2 ആണ് വരുന്നത്. അതങ്ങനെയാണ് ആൻസർ എ ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.